പാലക്കാട് വാളയാറിൽ KSRTC ബസ്സിൽ നിന്ന് 6 കിലോ സ്വർണവുമായി യുവാവ് പിടിയിൽ. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 10 കോടി രൂപ വില മതിക്കുന്ന 6 കിലോ സ്വർണ്ണക്കട്ടികളാണ് പോലീസ് പിടികൂടിയത്. കോയമ്പത്തൂർ ജില്ലാ അതിർത്തിയായ KG ചാവടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് സംഭവം നടന്നത്. തമിഴ്നാട് പോലീസിന്റെ ഹൈടെക് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് സ്വർണം പിടിച്ചെടുത്തത്. കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ നിരോധിത ലോട്ടറി ടിക്കറ്റുകൾ കടത്തുന്നുണ്ടോ എന്നറിയാൻ പോലീസ് നടത്തിയ പരിശോധനയാണ് വലിയ സ്വർണ്ണവേട്ടയിൽ എത്തിച്ചത്. ബസ്സിൽ സംശയകരമായ രീതിയിൽ വലിയ ബാഗുമായിരുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു. ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ 6 കിലോയിലധികം ഭാരമുള്ള സ്വർണ്ണക്കട്ടികൾ. കടത്തിന് നേതൃത്വം നൽകിയ ആലപ്പുഴ സ്വദേശിയും 29-കാരനുമായ നിബിനാണ് അറസ്റ്റിലായത്. എറണാകുളത്തെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിബിൻ കടയുടമയായ റഹ്മാൻ പറഞ്ഞതനുസരിച്ചാണ് സ്വർണം കൊണ്ടുപോയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ഉക്കടം സ്വദേശിയായ സുരേഷ് എന്നയാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതിയെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. പിടിച്ചെടുത്ത 6.140 കിലോ സ്വർണം പോലീസ് ആദായ നികുതി വകുപ്പിന് കൈമാറി. ഇതിന് വിപണിയിൽ ഏകദേശം 10 കോടി രൂപ വില വരും. KSRTC ബസ്സിൽ ഇത്രയും വലിയ തുകയുടെ സ്വർണം കടത്തിയത് അതിർത്തിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കാറുകളിലും ബൈക്കുകളിലും പണവും സ്വർണവും കടത്തുന്നത് തടയാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ കടത്തുകാർ ബസ്സുകളെ ആശ്രയിക്കുന്നതായി പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഈ ചാനൽ വാളയാർ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.